വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ഡോട്ട്. അപ്പോൾ ആഴ്ച നമ്മൾ കളിക്കാൻ പോണേ റൈവൽസ് ആണ്. റൈവൽസിൻ്റെ പാർട്ട് 5 അല്ല 6 ആണെന്നുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നില്ല, കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ ആഴ്ചയാണ് ഇന്ന് നമുക്ക് എങ്ങനെ കുറച്ച് കീസ് പിടിച്ച് സ്നൈപ്പർ വാങ്ങണമെന്നുണ്ട്. സ്നൈപ്പറിന് എന്തോ 75 കീ എങ്ങാണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇതങ്ങ് അടിക്കാം. ഓൾസോ എനിക്ക് കുറച്ച് ലാഗ് ഉണ്ട് കാരണം നെറ്റ് നല്ല കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യാൻ ലൈക്കും ചെയ്യുക. വീഡിയോയിലിട്ട് പോകാം ഗൈസ്. അത് തന്നെ ഞാൻ ഈ കോഡ് റെഡിയും ചെയ്തിട്ടുണ്ട്. നല്ല നെറ്റ് ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. 7 വിൻ സ്ട്രീക്ക്. ഇപ്പോഴത്തെ ലെവൽ എങ്ങനെയാണെന്ന് അറിയാം, 33 ലെവലുമായിട്ടുണ്ട്. ഇവ 85 ലെവലാണ്. ചുമ്മാ കളിച്ച പൊട്ടും കഴിച്ചത് 100% ഉറപ്പ്. ഒന്നാമത്തെ എനിക്ക് നല്ല പിങ്ങും ഉണ്ട്. യെസ്, പൊട്ടും. എന്നാലും നമുക്കൊന്ന് കളിച്ച് നോക്കാം. യെസ്, നമുക്ക് കൺസ്ട്രക്ഷൻ തന്നെ ഇട്ടിട്ടുണ്ട്. RPG അസോൾട്ട് റൈഫിൾ തന്നെ അടിക്കാം ഗൈസ്. നമുക്ക് ഇങ്ങനെ RPG ഇപ്പം എടുക്കണം, നോക്കാം. ഇതൊന്നും ലോഡ് പോലും ആണല്ലോ. പക്ഷെ ഇപ്പോൾ വീഡിയോയിൽ ലാഗ് എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് നല്ല ലാഗ് ഉണ്ട്. മണ്ട, ഞാൻ എന്തൊക്കെ കാണിക്കണേ. ഓക്കെ, എന്താണ് ജയിച്ച് ഗൈസ്. നല്ല ലാഗ് ഉണ്ട്. ഇത് എങ്ങനെ എനിക്ക് ലാഗ് ഒന്ന് കുറയ്ക്കാൻ പറ്റുന്നു? ക്യാമറ സെൻസിറ്റിവിറ്റി, ഗ്രാഫിക്സ് മോഡ് എല്ലാം കുറവാണല്ലോ ഗൈസ്. എന്നിട്ട് എന്താണ് ഇത്രയും നല്ല നെറ്റ് ഇഷ്യൂ ഉണ്ട് ഗൈസ്. അത് തന്നെയാണ് സംഭവം. പണി പാളി. വയസ്സാണേലും നല്ല ലാഗ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം കാണാൻ തോന്നും എന്നുള്ളത് എനിക്കറിയില്ല. നല്ല ബോറായിരിക്കും ഈ ലാഗ് ഉണ്ടെങ്കിൽ. ഓൾറെഡി 80 ഞാൻ കൊടുത്തിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇല്ലടാ, ഒരടിയും കൂടെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ചിലപ്പോൾ നല്ല ചത്താനെ. നമുക്ക് ഇഷ്യൂ ഇല്ല, പക്ഷെ നമുക്ക് എങ്ങനെയും ജയിക്കണം ഗൈസ്. ഇപ്പം ലാഗിനൊരു ചെറിയൊരു കുറവുണ്ട്. പുതിയ പ്ലെയറാന്ന് തോന്നുന്നത്. ആരുടെ അക്കൗണ്ട് മേടിച്ചോണ്ട് വന്നിരിക്കണം അങ്ങോട്ട്. ചേർത്ത് അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഈ കളിയുടെ ഇടയ്ക്ക് പഠിച്ചു. നമ്മുടെ വെപ്പൺ റീലോഡ് ചെയ്യുന്ന സമയത്ത് 2 വട്ടം മുന്നിൽ ടൈമർ വരും. അതിൻ്റെ അകത്ത് തീർത്ത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, ഒന്നും വിട്ട് കളയാൻ പാടില്ല. ലാഗ് ഉണ്ടോ? അവിടെ നിന്ന് മറ്റേ സാധനം എടുത്തടാ, മറ്റേ ഓടക്കുഴല്. അവിടെ ലാഗെന്ന് വെച്ചാണ്ടല്ലോ. അപ്പുറത്തോട്ട് വന്നേ. ഇപ്പ അയ്യോ, ഓ മൈ ഗോഡ്. ഇവിടെ നമ്മളിങ്ങനെ ഓക്കെ. ഡേഞ്ചർ ആണല്ലോ ഗൈസ്. ഓക്കെ, RPG ഒന്ന് എടുത്ത് നോക്കാം. അയ്യോ, ഫ്ലാഷ് ബാങ്. എപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു മണ്ടത്തം കളിക്കൂടാ. പണിയാണല്ലോ. നല്ല ലാഗ്. ഈ ലാഗ് ഇട്ട് കളിക്കാൻ ഞാൻ നല്ല ലാഗാണ്. ഈ കളി എങ്ങനെയെങ്കിലും തീർത്തോട്ടെ. ഒരു മാച്ചും കൊണ്ട് ജയിച്ചിട്ടുണ്ട്. RPG ഉള്ളതാണ് മാത്രം. താഴെ വീണിയത്ത് എന്തിൻ്റെ കേടായിരുന്നു എനിക്ക് എനിക്കറിയില്ല. ചുമ്മാ പോയി അതിൻ്റെ അപ്പുറം പോയി നിന്ന്. എന്ത് കഷ്ടമാണ് ഈ ലാഗ് ഇട്ട് ഞാൻ എങ്ങനെ കളിക്കാനാന്നൊന്ന് പറ. ഓ മൈ ഗോഡ്, ഭാഗ്യത്തിനാൻ പോയി. ജയിച്ചു. ഇൻവാലിഡ് പിന്നെന്നങ്ങനെ പറഞ്ഞ ഇല്ല. നല്ല ലാഗുണ്ട് ഇന്ന്. 8 വിൻ സ്ട്രീക്ക്. എങ്ങനെയെങ്കിലും ലാഗ് കുറയ്ക്കാൻ പറ്റും നോക്കട്ടെ.
ഇപ്പം ഒന്നുകൂടെ ഒന്ന് ലാഗ് കുറഞ്ഞിട്ടുണ്ടാവണം. എന്നാലും നെറ്റ് എടാ ഞാൻ എന്തോ ഒരു ഒപ്റ്റിമൈസ്ഡ് ടെക്സ്റ്റോ അങ്ങനെ എങ്ങാണ്ട് എന്തോ ഓണാക്കിയിട്ട് മൊത്തത്തിൽ ഇപ്പോൾ ഒരുമാതിരി നോക്കിയ ആപ്പൊക്കെ ഒരുമാതിരി വിഷയമില്ല, കുഴപ്പമില്ല. ഇന്നൊരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യോടെ. ഇതെന്താടാ ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എടാ വാ നമുക്ക് ഇവിടെ നിൽക്കാം. ഒറ്റയ്ക്ക് റെഡി അടിക്കാൻ പ്രാന്തല്ല എനിക്ക്. ഇല്ലടാ ശരി, എനിക്ക് ഇവിടെ ഇവിടെ നിൽക്കാം ഗൈസ്. സ്ത്രീ കെട്ടണ്ട, അതാണ് പ്രശ്നം. നോക്കാം. പെട്ര ഡോഗ്സ് കിട്ടി. ഡോഗ്സിൽ ഉറപ്പായും ഞാൻ തൂക്കും. ഓ ഇപ്പം ഇച്ചോടെ സ്മൂത്തായി ഗൈസ്. വീഡിയോയിൽ അത് എത്രത്തോളം സ്മൂത്താന്ന് എനിക്കറിയില്ല. അയ്യോ ഇവിടെ അവൻ വേറെന്തോ അവൻ എന്ത് സാധനം അവിടെ കൊണ്ടുപോണേ. എടാ സ്വിച്ച് ടു RPG. എടാ ഞാനിടത്ത് ഫ്ലാഷ് പോയും കത്തിക്കും ഞാൻ. എൻ്റെ അത് എടുത്ത വെപ്പൺസ് വരെ വിൽക്കാൻ വല്ല മാർഗമുണ്ടോ? ഒരുമാതിരി പരിപാടി. അവനൊരു 50 കൊടുത്തു, ഒരു 50 കൂടെ കൊടുത്തു, ഒരെണ്ണോടെ കൊടുത്താൽ ചത്ത്. എടാ ഞാൻ മടുത്തറ ഈ കളി, തോറ്ററാ. ഒടുക്കത്തെ കളിയാടാ. ഫ്ലാഷ് ബാങ് ഇതൊരു മൊത്തം എൽ മച്ചായിരുന്നു. എന്നാ പിടിച്ചോ, ഒരു 50 എങ്കിലും കൊള്ളടാ അവന്. ഇവിടെ വന്ന കൊണ്ടില്ല. ഭ്രാന്തല്ലേ എനിക്ക് അവൻ്റെ അടുത്ത് പോവാൻ. അവനെ തീർത്ത്, ഒരു വട്ടം അവനെ തീർത്ത് വ്യത്യാസം. ട്രൈ ചെയ്യാം, നല്ലോണം ട്രൈ ചെയ്യാം ഗൈസ്. പിന്നെ ഞാൻ എപ്പോഴെപ്പോഴും ഗൈസ് എന്ന് വിളിക്കുന്ന ഗൈസ്. പിന്നെ ശീലമായിട്ടാണ് എനിക്ക്. ഞാൻ മാറ്റാൻ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഇപ്പം പറ്റുന്നില്ല. ഓഹോ അത് ശരിക്കും ഒരു പാനിക്ക് വന്നു പെട്ടെന്ന്. ഞാൻ സുഹൃത്തുക്കളെ മച്ചന്മാരെന്ന് വിളിക്കാം, അതാകുമ്പോൾ കുഴപ്പമില്ല. ഞാൻ മച്ചന്മാരെ ശരിയെന്നാ, ഞാൻ മച്ചാനെന്ന് പറഞ്ഞാൽ മരിക്കുക ശരിയാവൂല. ഇവിടെ അവ എന്ത് സാധനമാണ് എടുക്കണേ. അവനെന്താ പ്രാന്ത ഇടാ. ഞാനതിനും മേടിക്കാൻ പോവാ. ഇല്ല നമ്മൾ സ്നൈപ്പർ. ഇന്ന് എങ്ങനെയെങ്കിലും ഞാൻ സ്നൈപ്പർ വാങ്ങട്ടെ. ഞാൻ നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. എങ്ങനെയെങ്കിലും സ്നൈപ്പർ വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെ അവൻ? അയ്യോ ഇങ്ങനെയൊക്കെയോ അടിച്ചിട്ട്. ഓ മൈ ഗോഡ്, നല്ല പാടാണ് അതിനെ തീർക്കാൻ. ഇതൊഴി വരും. എടാ അവൻ്റെ ഒന്ന് ഹെൽത്ത് പോണ പോലുമില്ല. നല്ല ഗണ്ണ് വേണോടാ. നമുക്ക് നമ്മൾ തോക്കും ഗൈസ്. ഇല്ലടാ എന്നാലും നമ്മൾ ജയിക്കും. നമ്മൾ ഇത് കൈവിടാൻ പാടില്ലല്ലോ, കൈവിട്ടേ. നോ വേ, എനിക്ക് ഒരു വഴിയില്ല. അവിടെ നല്ല ഗൺസ് ഉണ്ടായി, നമ്മൾ എങ്ങനെയെങ്കിലും ജയിച്ചാണ്. പക്ഷേ ഇത് ഈ RP അവനുള്ള അതേ ഗണ്ണ് തന്നെ നമുക്ക്. അതെങ്ങനെയോ ഇവ ലെവല് കുറച്ച് കൂടുതലേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഈ ലെവല് കൂടിയന്മാരുടെ അടുത്ത് ജയിക്കാൻ പറ്റുന്നുണ്ട്, ലെവല് കുറഞ്ഞന്മാരുടെ അടുത്ത് ജയിക്കാം. എടോ അവൻ വേറെ എന്തൊക്കെയോ സൈറ്റൊക്കെ വെച്ചിട്ട് അവൻ മറ്റേ ഡബിൾ ഡാഷ് ചെയ്യുന്നുണ്ട്. ഡബിൾ ഡാഷ് മീൻസ് ഇങ്ങനെ മുന്നോട്ടേക്ക് പെട്ടെന്നൊരു പോക്ക് പോകുന്നു. ഓടാ
പെട്ട് ആടാ തോറ്റ്. ഞാൻ അങ്ങനെ സ്നൈപ്പർ വാങ്ങാൻ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഞാൻ മാറ്റി എടുത്ത് എന്നിട്ട് ജയിക്കാൻ പറ്റണില്ല, ഭയങ്കര പാടാണ്. 150 ലെവലുള്ളായിരുന്നു. ഞാനൊരു അടുത്ത് ചോദിച്ചു, എനിക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്, അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്. എവിടെ ഇതുപോലത്തെ കുഴിയുണ്ടല്ലോ, ഇതുപോലത്തെ കുഴികൾ കാരണം എനിക്ക് ദേഷ്യം പറഞ്ഞേ. മടുത്ര ഒരുത്തരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നു ഹെൽപ്പ് ചെയ്യാൻ പറ്റണ ഒരാൾക്കാരുണ്ട്, ഒന്ന് പറയാം. എനിക്ക് 65 കീ ഉണ്ട്, 10 കീയും കൂടി എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ 5, 4, 9 ഒരെണ്ണോടെ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരുന്നു. എവിടെ നിന്നെങ്കിലും ഒന്ന് കുറച്ച് കീ കിട്ടാൻ എന്താ മാർഗം? അവിടെ ഇല്ലടെ, എവിടെയും കീയില്ല. എവിടെ നിന്നെങ്കിലും കുറച്ച് കീസ് ആരെങ്കിലും അടുത്ത് കളിച്ച് നോക്കാം. ചുമ്മാടാ, എന്തെങ്കിലും എലിമിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടായിരുന്നു. എടുക്കായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ പറയണത്, കിളി മൊത്തം പോര് എറീന പെട്ട്. ഭയങ്കര ടഫ് മാപ്പാണ് സെറീന. കണ്ടോ ഇവന്മാരെ പോലത്തെ മൂവ്മെന്റ് പ്ലേയേഴ്സിന്റെ ഇടയ്ക്ക് കളിക്കാനേ പറ്റണില്ല. ഇനി എന്തിനാ അവിടേക്ക് കൊണ്ട് ഇത് എറിയണേന്ന് എനിക്കറിയില്ല. അത്ര നല്ല ദേഷ്യം വരുന്നടാ. ഇന്ന് നീ വീഡിയോ വരുമെന്ന് പോലും അറിയത്തില്ല. ആ ഒരവസ്ഥയിലാ നിക്കണേ. ദേഷ്യം വരുന്നു, കളിക്കാനേ പറ്റണില്ല. അതിന് അത്യാവശ്യം നല്ല ഡാമേജ് ഞാൻ കൊടുത്തിട്ടുണ്ടായി. ഓക്കെ, തീർത്തു. ഒരു വട്ടം ഞാൻ തീർത്തടാ. എന്താണോ ആവാം. നൈഫ് ഓൺലി വന്നാൽ എന്താണ്, ഞാൻ തോക്കും. എന്നൊക്കെ നൈഫ് ഓൺലി വിളിച്ചല്ലോ, എനിക്ക് മോട്ടോലോ പറയുന്ന എൻ്റെ ഒരു ശീലമാടാ. അത് എത്ര വന്നാലും മാറൂല. എന്തോരം കളിച്ചാലും അതും മാറൂല. മോട്ടോലോ പറയണ ഒരു സ്വഭാവം എന്തോരം കളിച്ചാലും മാറൂല. കൊണ്ടവനിട്ട് എന്തൊക്കെയോ കാട്ടി. അത് കിട്ടിട്ടോ എങ്ങനെയോ. ആടാ, അവൻ ഭയങ്കര പ്ലെയറടാ. നമുക്ക് മോട്ടോലോ വിട്ടാലോ? വേണ്ട, നൈഫ് ഓൺലി ആണേ പറഞ്ഞല്ലേ. അതോ എങ്ങനെയാ ഒക്കെ ഭാഗ്യം കൊണ്ട് കിട്ടണതാ. ഇതൊന്ന് ജയിച്ചാ പിന്നെ എങ്ങനെ? എടാ, ഒരു തവണയും കൂടെ ഒന്ന് കില്ല് ചെയ്തൊന്ന് ഈ മാച്ച് ഒന്ന് ജയിച്ചാ നമുക്ക് സമാധാനം, കുറച്ച് കീസ് കിട്ടൂടാ. ഞാൻ യൂട്യൂബറാന്ന് പറഞ്ഞ അതുമല്ല വെറുതെ വിടുവോ? എടാ, മര്യാദക്ക് റൈറ്റ് ക്ലിക്ക് പോലും ചെയ്യണില്ല. എന്തിനാ? തീർത്തു. സൂക്കേട് കയറുന്ന എൻ്റെ. വല്ലാത്ത കഷ്ടം തന്നെ. ഇത് എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കട്ടെ. അപ്പോൾ ഫൈനലി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വന്നപ്പം അവൻ്റെ അടുത്ത് വെച്ച് ഞാൻ ജയിച്ചോട്ടെ എന്ന് ചോദിച്ചു. വേറെ വഴിയില്ലായിരുന്നു. ബിക്കോസ് എവിടെയെങ്കിലും ഞാൻ ജയിച്ച എങ്ങനെയൊക്കെയോ ഫ്രണ്ട് ജോയിൻ ചെയ്തിരുന്നു. അവൻ്റെ അടുത്ത് എനിക്ക് കുറച്ചൊരു ഹെൽപ്പ് ചോദിക്കാം. അല്ലാണ്ട് ഇതിനാ പറഞ്ഞാൽ യു ഹാവ് റോബക്സ് നോട്ട് നൗ. ആ റോബക്സ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. 1.5 ആവശ്യം അതിൻ്റെ അവതാരം ഒന്ന് എനിക്ക് സെറ്റാക്കണം. അതുകൊണ്ടാണ് ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ ആഡ് മീനോ ഫ്രണ്ടാക്കാനായിരിക്കും. സെറ്റാക്കിയിട്ട് വരാം. 22 ലെവലുള്ള ഒരാൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്.
നോക്കാം. ഈ ഒരു മാസം കൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം. എൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഒരെണ്ണോടെ വേണോടാ. ഒരു 2 വിൻ ഒപ്പിക്കാനായിരിക്കും പിന്നെ എളുപ്പം അല്ലേ? ഹലോ, ഇതെന്തോന്നു അവിടെ ചത്ര ഭയങ്കര വേണമാണ്. ഇതും കൂടി ഞാൻ നോക്കട്ടെ. കൊന്നു. ഞാൻ മറ്റേ അസോൾട്ട് റൈഫിളും മോട്ടോലും കൂടി മിക്സ് ചെയ്തും കിട്ടി. ഇതേ വരണം. എടാ ഉന്നൂലടാ എനിക്ക്. അയ്യോ, അടുത്ത മാച്ച് തുടങ്ങി. എടാ അവൻ ഫ്ലെയർ ഇട്ടറാ. എടാ എൻ്റെ ഉന്നൊന്നും കൊള്ളുന്നില്ലടാ. ചത്രായി, ഇതും പോയി. അത് കൊടുത്തറ അവനിട്ട്. ഇല്ലടാ, നേരെ പോയി അവനെ അടിക്കാൻ പറ്റില്ല. അത് ഞാൻ മറന്നു പോവാ. എടാ അവൻ്റെ ബുള്ളറ്റ് ഒന്ന് സൈഡിൽ കൂടെ പോയാൽ അപ്പം ചത്തു. ഈ ഒരു മാച്ചം കൂടെ കഴിഞ്ഞാൽ നിർത്തുവാണേ. ഫുള്ള് തോറ്റൊരവസ്ഥയായി. ആടാ തോറ്റു. ഒരു എൽഡേ ഒരു മാച്ച് ജയിച്ചു. രണ്ടാമത്തെ മാച്ച് ജയിച്ചു. എടാ ഇത് കൊള്ളാം. ഇപ്പത്തെ ഒരു മാച്ച് കിട്ടില്ലായിരുന്നു. അവനെ വെട്ടി ഞാൻ മുന്നോട്ട് നീങ്ങി, അവന് ഗ്രനേഡ് പൊട്ടി. തിരിച്ച് ഞാൻ വന്നെടുത്ത് തന്നെ നിന്ന്. കിട്ടില്ലായിരുന്നടാ. ഹലോ, ഈ മാച്ച് ജയിച്ചിട്ട് എന്താണ്? അല്ല, ജയിച്ചാലോ തോറ്റാലോ ഞാൻ നിർത്തുവാണ്. എനിക്ക് തോറ്റു. നല്ല HP കുറവാണ്. എടാ ഇതെന്താടാ എൻ്റെ അടിയൊന്നും കൊള്ളാത്ത? ഒരെണ്ണോടെ കൊണ്ടാ ചത്തില്ല. ഓക്കെ, അങ്ങനെ ഫൈനലി ഈ മാച്ചും നമ്മൾ വളരെ അത്ഭുതകരമായി തന്നെ തോറ്റിരിക്കുകയാണ്. 35 ലെവലായിട്ടുണ്ടെന്നേ ഉള്ളൂ. 74 കീസുമായി. നമ്മൾ അത്ഭുതകരമായി തന്നെ നമ്മൾ തോറ്റിരിക്കുകയാണ്. വളരെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾ ലൈക്ക് അടിക്കാത്തവരാണ് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ടെത്തിയവരാണെങ്കിൽ നിങ്ങൾ ഹാഷ്ടാഗ് എന്തിടണം? റൈവൽസ് എന്നുണ്ട്. #റൈവൽസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.